സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണ നടപടികൾ ആരംഭിച്ചു. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചു. 2026 ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വമ്പൻ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തവണ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാർച്ച് മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ 2026 ഫെബ്രുവരി മാസത്തിലെ വിതരണം നേരത്തെ തന്നെ ആരംഭിക്കുകയാണ്. ഇതിനായി 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 2000 രൂപ വീതം ആദ്യഘട്ടത്തിൽ ലഭിക്കുക. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി നേരിട്ട് തുക കൈമാറും. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴിയാണ് വിതരണം ചെയ്യുക. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇത് കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രവിഹിത ഇനത്തിലുള്ള 24.21 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുള്ളതായി ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടുക. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാവും തുക എത്തിച്ചേരുക. അതിനാൽ തന്നെ ആധാർ സീഡിംഗ് കൃത്യമായി നടത്തിയിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം ഈ മാസം 25 മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കെട്ടിട നിർമ്മാണ മേഖലകളിലെ കുടിശ്ശിക ഉൾപ്പെടെയുള്ളവയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. പരമാവധി 2 മാസത്തിലെ പെൻഷൻ കുടിശ്ശിക വരെ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനങ്ങളുടെ ആനുകൂല്യങ്ങൾക്ക് പിന്നാലെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതം എത്തിച്ചേരാൻ പോവുകയാണ്. അർഹരായ 25 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേരളത്തിൽ ആനുകൂല്യം എത്തിച്ചേരുക. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 68,000-ഓളം വരുന്ന PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ആധാർ സീഡിംഗിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഇനാക്റ്റീവായിട്ടുള്ള ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ തടസ്സങ്ങൾ നീക്കി ബാങ്ക് അക്കൗണ്ട് ആധാർ അധിഷ്ഠിതമാക്കണമെന്നുള്ള അറിയിപ്പാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് നേരത്തെ മുടങ്ങിയ ഗഡുവിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പുതിയ ഗഡുവിന്റെ വിതരണ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ നേരത്തെ കുടിശ്ശികയുള്ള ഗഡു അടക്കം പരമാവധി ഗുണഭോക്താക്കൾക്ക് 4000 രൂപ വരെയാണ് വരുന്ന ആഴ്ചയിൽ എത്തിച്ചേരാൻ പോകുന്നത്. PM കിസാൻ പോർട്ടലിൽ KYC പൂർത്തിയാക്കിയവരാണ് അർഹരായിട്ടുള്ളവർ. 100% കേന്ദ്രം പണം ചെലവിടുന്ന പദ്ധതി കൂടിയാണിത്. അതേസമയം കേരളത്തിൽ 7694 കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം പറ്റുന്നുണ്ടെന്ന് അടുത്തിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെ 33 പേരും ആനുകൂല്യം കൈപ്പറ്റിയെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിരിക്കുകയാണ്. ആധാർ അടിസ്ഥാനമാക്കിയല്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റും പദ്ധതിയുടെ തുടക്കത്തിൽ ആളുകളെ ഉൾപ്പെടുത്തിയതാകാം ക്രമക്കേടിന് കാരണമെന്ന് സംസ്ഥാനം ചൂണ്ടിക്കാട്ടിയിരുന്നു. കേന്ദ്ര കൃഷി മന്ത്രാലയം സംസ്ഥാനങ്ങളോട് വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനർഹർ ആനുകൂല്യം കൈപ്പറ്റിയതായി കണ്ടെത്തിയാൽ ഉടൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നടപടിയെടുത്തെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിരിക്കുകയാണ്. അനർഹരിൽ നിന്ന് തുക തിരിച്ചുപിടിക്കാനും നടപടി ആരംഭിച്ചു. കേരളത്തിൽ 63,819 അനർഹർ ആനുകൂല്യം കൈപ്പറ്റിയെന്നും ഇതിൽ 26,989 പേർ ഇതിനകം പണം തിരിച്ചടച്ചെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പുതിയ തുകയുടെ വിതരണ നടപടി ആരംഭിച്ചതോടൊപ്പം തന്നെ അനർഹരെ പിടികൂടുന്നതിനുള്ള നടപടിയും കർശനമാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയിപ്പുകൾ പുറത്തുവരും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.